2023 നീറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. ഓർഗാനിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹക്കൽസ് റൂളുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് മോളിക്യൂൾ തന്നിട്ടുണ്ട്. ഇതിൽ എത്ര മോളിക്യൂൾ ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹക്കൽസ് റൂൾ പറയുന്നത് സൈക്ലിക് കോൺജുഗേറ്റഡ് പ്ലാനാർ അല്ലെ, സൈക്ലിക് ആയിരിക്കണം, കോൺജുഗേറ്റഡ് പൈ ബോണ്ട് ഉണ്ടാവണം, പ്ലാനാർ ആയിരിക്കണം മോളിക്യൂൾ. Containing 4n+2 pi electrons are aromatic. n is equal to 0, 1, 2, 3. Simple ആയിട്ട് പറഞ്ഞാൽ compound containing 2 pi electron, compound containing 6 pi electron, compound containing 10 pi electron and compound containing 14 pi electron etc. aromatic. പക്ഷേ കണ്ടീഷൻ എന്താ? സൈക്ലിക് ആയിരിക്കണം, കോൺജുഗേറ്റഡ് പൈ ബോണ്ട് അല്ലെ, കോൺജുഗേറ്റഡ് സിസ്റ്റം ആയിരിക്കണം, അതുപോലെ എന്തായിരിക്കണം, മോളിക്യൂൾ പ്ലാനാർ ആയിരിക്കുകയും വേണം. ഓക്കെ, sp3 ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് ആരോമാറ്റിക് ആണെന്ന് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് 2, 4, 6, 8, 10 ഇലക്ട്രോൺസിന് ആരോമാറ്റിക് ആണ്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് കോൺജുഗേഷൻ ആണ്. സോ ഒന്നാമത്തെ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. ഒന്ന് നോക്കണം, ഫസ്റ്റ് കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. രണ്ടാമത്തെ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ എല്ലിയോ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും കൊണ്ട് പറയാം. സെക്കൻഡ് കോമ്പൗണ്ട് ഇതാണ്. ഈ സെക്കൻഡ് കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ എന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ 2 പൈ ബോണ്ട് ഉണ്ട്. അതായത് ഈ പൈ ബോണ്ടും ലോൺ പെയറും കോൺജുഗേറ്റഡ് ആണ്. ഈ പൈ ബോണ്ടും ലോൺ പെയറും കോൺജുഗേഷൻ ഉണ്ട്. പൈ ബോണ്ടും ലോൺ പെയറും കോൺജുഗേഷൻ വന്നാൽ ലോൺ പെയർ ഇതിലേക്ക് പാർട്ട് ചെയ്യും, റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ലോൺ പെയർ റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ പെയർ റിങ്ങിന്റെ ഭാഗമായി മാറി. സോ 2 പൈ ഇലക്ട്രോൺ, 4 പൈ ഇലക്ട്രോൺ, 2 6 പൈ ഇലക്ട്രോൺ. എന്തുകൊണ്ട് ഈ ലോൺ പെയർ കൂട്ടാൻ കാരണം? ഈ പൈ ബോണ്ടും ലോൺ പെയറും കോൺജുഗേഷനിൽ വന്നു, അടുത്തടുത്ത് വന്നു അല്ലെ. കോൺജുഗേഷൻ വന്നാൽ ലോൺ പെയർ ഇയാളെ ഭാഗമായി മാറും. സോ 6 പൈ ഇലക്ട്രോൺസിന്റെ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. സെക്കൻഡ് കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. ഇത് ആരോമാറ്റിക് അല്ല, ഇവിടെ 4 പൈ ഇലക്ട്രോൺസേ ഉള്ളൂ. ഇവിടെ നോക്കിക്കോ, തേർഡ് കോമ്പൗണ്ട്, ഇതാണ് തേർഡ് കോമ്പൗണ്ട്. ഇത് ആരോമാറ്റിക് ആണോ അല്ലയോ നോക്കാൻ ഇതാ, ലോൺ പെയറും പൈ ബോണ്ടും കോൺജുഗേഷൻ ഉണ്ട്. ലോൺ പെയറും പൈ ബോണ്ടും കോൺജുഗേഷൻ ഉണ്ട്. ഇത് ലോൺ പെയറും പൈ ബോണ്ടും കോൺജുഗേഷൻ വന്നാൽ ഇതിൽ എന്തിന്റെ ഭാഗം? റിങ്ങിന്റെ ഭാഗമായി മാറി. റിങ്ങിന്റെ ഭാഗമായി മാറിയാൽ 2 പൈ ഇലക്ട്രോൺ, 2 പൈ ഇലക്ട്രോൺ, 4 പൈ ഇലക്ട്രോൺസ്. കോമ്പൗണ്ട് ആരോമാറ്റിക് അല്ല, ഈ കോമ്പൗണ്ട് ആരോമാറ്റിക് അല്ല. ഇനി ഈ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്, കാരണം പോസിറ്റീവിൽ പൈ ബോണ്ട് കോൺജുഗേഷൻ ആണ്. ഈ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ? അല്ല, കാരണം 8 പൈ ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ട് ആരോമാറ്റിക് അല്ല. കോൺജുഗേഷൻ ഉണ്ട്, പക്ഷേ 8 പൈ ഇലക്ട്രോൺസ് ഉള്ളൂ. ഇവിടെ 14 പൈ ഇലക്ട്രോൺസിന്റെ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. അപ്പൊ എത്ര കോമ്പൗണ്ട്? 4 കോമ്പൗണ്ടുകൾ ആരോമാറ്റിക് ആണല്ലേ.